ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ബേസിക് സയൻസിലെ ഓണപരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യപേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024-25 ബേസിക് സയൻസ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ 50 minutes is given as cool off time. This time is to be used for reading the question paper. അപ്പോൾ 15 മിനിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അതുപോലെ തന്നെ attempt any 6 from the 8 activities given below. അതായത് 8 പ്രവർത്തനങ്ങളിൽ ആകെ 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റിയായി നോക്കാം. ആക്ടിവിറ്റി 1, look at the illustration given below. താഴെ കൊടുത്തിരിക്കുന്ന ആ ഇല്ലുസ്ട്രേഷൻ നോക്കുക. A question, write suitable titles for the factors given in the picture and classify them. അതായത് താഴെ സോയിൽ എന്നതും അതുപോലെ തന്നെ നെക്സ്റ്റ് ബോക്സിലായിട്ട് ഡ്രാഗൺ ഫ്ലൈ എന്നതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ടൈറ്റിലിന് അനുയോജ്യമായതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സോയിൽ, ഡ്രാഗൺ ഫ്ലൈ എന്നുള്ളത്, സോയിൽ എന്ന് പറയുന്നത് ഒരു നോൺ ലിവിങ് തിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ആ എയുടെ അവിടെ നോൺ ലിവിങ് തിങ്സ് എന്ന് എഴുതാൻ പറ്റും. ബിയുടെ അവിടെ ഡ്രാഗൺ ഫ്ലൈ എന്നുള്ളത് ലിവിങ് തിങ്സ് ആണ്, ജീവനുള്ളത്. അപ്പോൾ ലിവിങ് തിങ്സ് എന്ന് ബിയുടെ അവിടെ എഴുതുക. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ, ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് അത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സിയും ഇയും എന്ത് കിട്ടും? നമുക്ക് വാട്ടർ, റോക്ക് എന്നൊക്കെ എഴുതാം. അതൊക്കെ നോൺ ലിവിങ് തിങ്സിൽ പെട്ടിട്ടുള്ളതാണ്. ഇനി ഡിയിലും എഫിലും നമുക്ക് എന്ത് എഴുതാം? ലിവിങ് തിങ്സ് ആണ് എഴുതേണ്ടത് ആ ചിത്രത്തിലുള്ളത്. സോ എന്തൊക്കെ എഴുതാം? ക്രെയിനും ഫ്രോഗും എഴുതാവുന്നതാണ്. ദെൻ ബി ചോദ്യം, പ്രിപ്പയർ ഫുഡ് കാർട്ട് ഓഫ് എനി വൺ ഓഫ് ദ ഓർഗാനിസം ഇൻ ദ പിക്ചർ. അപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ, ഈ ചിത്രത്തിലുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ഫുഡ് കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ചിത്രത്തിലുള്ള ഏത് ക്രിയേച്ചറിന് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്രിയേച്ചർ ക്രെയിനിന് എടുക്കാം. ഫുഡ് ഗ്രാസ് ഹോപ്പർ, സ്മോൾ ഫിഷസ്, സ്മോൾ ക്രിയേച്ചേഴ്സ്. ഇനി അടുത്ത ആക്ടിവിറ്റി 2 ആണ്. മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ദ സ്റ്റാഗ്നന്റ് വാട്ടർ ഈസ് ഡിസ്കാർഡഡ് ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് പ്ലാസ്റ്റിക് കവേഴ്സ്. അതായത് കൊതുക് മുട്ടയിടുന്നത് ചീത്ത അഴുക്ക് വെള്ളത്തിലും അതുപോലെ തന്നെ ചിരട്ടയിലുമൊക്കെയാണ്. എ ക്വസ്റ്റ്യൻ, എ സിറ്റുവേഷൻ ഇൻ വിച്ച് മോസ്കിറ്റോ ബ്രീഡ് ഈസ് ഗിവൺ എബോവ്. അതായത് കൊതുക് പെരുകുന്നതിൻ്റെ ഒരു സാഹചര്യമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് എനി സിമിലർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് 2 വെക്റ്റർ ബ്രീഡ്. അതുപോലെയുള്ള ഏതെങ്കിലും 2 സിറ്റുവേഷൻസ്, ഏതെങ്കിലും 2 വെക്റ്റർ ബ്രീഡുകളുടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ വെക്റ്റർ ബ്രീഡിൻ്റെ എഴുതാൻ പറ്റുന്നതാണ്? നമുക്ക് റാറ്റ്, ഹൗസ് ഫ്ലൈ എഴുതാൻ പറ്റുന്നതാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്. അപ്പോൾ എന്തെങ്കിലും 2 പ്രിക്കോഷൻസ് എടുക്കാനാണ്. എന്തിൽ നിന്ന്? കൊതുകിൻ്റെ കടിയിൽ നിന്ന് നമുക്ക് ഏതെല്ലാം പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും എന്നതാണ് ചോദ്യം. എന്തൊക്കെ എടുക്കാൻ പറ്റും? ആൻസേഴ്സ്, കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്, യൂസ് മോസ്കിറ്റോ ബാറ്റ്സ്. അതായത് ഈവനിങ് സമയത്ത്, വൈകുന്നേരങ്ങളിൽ വാതിലും ജനാലകളും ഒക്കെ അടയ്ക്കുക, അതുപോലെ തന്നെ മോസ്കിറ്റോ ബാറ്റ്സ് ഉപയോഗിക്കുക. ദെൻ സി ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ഗിവൺ ബിലോ, ചൂസ് ദ റൈറ്റ് വൺ. അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? രോഗം പടരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിലേതൊക്കെയാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ, ട്യൂബർക്ലോസിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ. അപ്പോൾ അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വേം ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ്. അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ദെൻ ലെപ്രോസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. ദെൻ ഡെങ്കി ഫീവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? അതായത് അവിടെ കൊടുത്തിട്ടുണ്ട് 1 and 2 ആർ കറക്റ്റ്, 1 and 3 ആർ കറക്റ്റ്, 1 and 4 ആർ കറക്റ്റ്, 2 and 4 ആർ കറക്റ്റ്. അപ്പോൾ ഇതിൽ സെക്കൻഡ് 1 ആയിട്ടുള്ള 1 and 3 ആർ കറക്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആക്ടിവിറ്റി 2 ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3, ഒബ്സർവ് ദ ഫുഡ് വെബ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഫുഡ് വെബ് നിരീക്ഷിക്കുക. എ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഫുഡ് ചെയിൻസ് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ എബോവ്. അപ്പം മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഫുഡ് വെബിൽ നിന്ന് ഏതെങ്കിലും 2 ഫുഡ് ചെയിനുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടാൽ മനസ്സിലാക്കും നമുക്ക് ഒരുപാട് ഫുഡ് ചെയിൻ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു 2 ഫുഡ് ചെയിൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫുഡ് ചെയിൻ എഴുതാൻ പറ്റും? ഗ്രാസ്, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ. അതുപോലെ തന്നെ പ്ലാന്റ്, വേം, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ.
Then B question, which one is the first link in the food chain? അപ്പോൾ ഫുഡ് ചെയിനിൽ ഏറ്റവും ആദ്യം ലിങ്ക് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? പ്ലാന്റ് അല്ലെങ്കിൽ ഗ്രാസ് എന്ന് എഴുതാൻ പറ്റും. Then C question, what are the problems caused to the environment by disappearance of snake from the food verb given here? അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫുഡ് വെർബിൽ നിന്ന് എന്താണ് സ്നേക്ക് പാമ്പ് പെട്ടെന്ന് അപ്രത്യക്ഷിതമായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്നത് എന്തെല്ലാമാണ്? Answer, if the snake get disappear, frog and rat get spread, also vulture get disappear, and rat frog face shortage of food. ഇനി ആക്ടിവിറ്റി 4 A question, observe the arrangements of leaves in the plant given in the picture. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലുള്ള ലീവ്സിൻ്റെ അതായത് ഇലകളുടെ അറേഞ്ച്മെൻറ്റ് നോക്കുക. ഇനി നെയിം ടു അതർ പ്ലാന്റ്സ് ഇൻ വിച്ച് ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം മാനർ. അപ്പോൾ ഇതുപോലെ ചിത്രത്തിലുള്ള സ്ഥിതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇലകൾ വേറെ ഏതെങ്കിലും പ്ലാന്റിൻ്റെ ഉണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പിക്ചറാണ്, നമുക്ക് അറിയാവുന്ന പിക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഇതുപോലെയുള്ള ലീവ്സ് അറേഞ്ച്മെൻറ്റുള്ള അടുത്ത പ്ലാന്റ് ഏതൊക്കെയാണ്? ആൻസർ തുളസി, തെച്ചി, ഗുവ, അതൊക്കെ ഇതിൻ്റെ ആൻസറിൽ എഴുതാൻ പറ്റുന്നതാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ അഡ്വാൻറ്റേജസ് ടു ദ പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് ആൻ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതുപോലെ ലീവ്സ് ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് അഡ്വാൻറ്റേജ് ആണ് അവർക്ക് കിട്ടുന്നത്? എന്താണ്? they receive maximum sunlight. ഇനി C question, the illustration given below indicates the components needed for photosynthesis. Identify A, B, C and D. അതായത് ഈ ഇല്ലുസ്ട്രേഷനിൽ കൊടുത്തിരിക്കുന്നത് ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് ആണ്. അപ്പോൾ ഇതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് A, B, C, D എന്നിവ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേരെഴുതാനാണ്. സോ നമുക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാകും. A എന്നുള്ളത് എന്താണ്? സൺലൈറ്റ് ആണ്. അപ്പോൾ സൺലൈറ്റ് എന്ന് അവിടെ എഴുതുക. ദെൻ B എന്നുള്ളത് എന്താണ്? ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ. ദെൻ C എന്നിടത്ത് എന്തെഴുതാം? കാർബൺ ഡൈ ഓക്സൈഡ്. D എന്നുള്ളിടത്ത് വാട്ടർ ആൻഡ് മിനറൽസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇല്ലുസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ നമുക്കിനി ആക്ടിവിറ്റി 5 പോകാം. ആക്ടിവിറ്റി 5 A question, 2 children had mingled fully with a child who is affected with contagious fever. Only one child got affected with the fever, but the other children was not affected. Why? അപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടെ രണ്ട് കുട്ടികൾ തമ്മിൽ മിങ്കിൾ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് കണ്ടാഞ്ചിയൻസ് ഫീവർ, അതായത് പകരുന്ന പനി പിടിച്ചു. പക്ഷേ അതിൽ ഒരാൾക്ക് മാത്രമാണ് ആ പനി എഫക്റ്റ് ചെയ്തിട്ടുള്ളത്, മറ്റേ കുട്ടിക്ക് എഫക്റ്റ് ചെയ്തില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ്? ദാറ്റ് ചൈൽഡ് ഹാവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഫോർ ഫൈറ്റ് അഗെയിൻസ്റ്റ് പാത്തോജൻസ്. അതായത് ആ കുട്ടിക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ആ കുട്ടിക്ക് അത് എഫക്റ്റ് ചെയ്യാണ്ടിരുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നെയിം ഓഫ് വാക്സിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാക്സിൻ മനസ്സിലാക്കിയതിന് ശേഷം അത് ഏത് ഡിസീസാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വാക്സിൻ MCG എന്നുള്ളത് ട്യൂബർക്ലോസിസിൻ്റെ വാക്സിനാണ്. പോളിയോ വാക്സിൻ പോളിയോക്ക് തന്നെയാണ്. MR വാക്സിൻ എന്ന് പറയുന്നത് മീസിൽസിനും റുബെല്ലക്കുമാണ്. ദെൻ C ക്വസ്റ്റ്യൻ, വിച്ച് വാക്സിൻ ഈസ് ടു ബി ടേക്കൺ അറ്റ് ദ ഏജ് ഓഫ് 10? 10 വയസ്സായാൽ എടുക്കുന്ന വാക്സിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ടെറ്റാനസ് ആൻഡ് ഡിഫ്തീരിയ. ആക്ടിവിറ്റി 6 ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. A question, name the plant which grows clinging to the branch of mango tree. Write the common name of such plants. അതായത് ഈ ചിത്രത്തിലുള്ളതുപോലെ മാംഗോ ട്രീ, മാങ്ങ മരത്തുമ്മ, മാവ് മരത്തുമ്മ ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന ചെടിയുടെ പേര്, കോമൺ നെയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വാൻഡ ഈസ് കോമൺലി നെയിം ഈസ് ഗ്രൂപ്പ് ഓഫ് എപ്പിഫൈറ്റ്സ്. Then അടുത്തത് B question, the features of roots of these plants are given below. Choose the correct ones. അതായത് റൂട്ട്സിൻ്റെ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ളത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് സ്മോൾ റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം സോയിൽ ആൻഡ് തിക്ക് റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ ട്രീ. അതെന്താണ്? അത് കറക്റ്റ് ആയിട്ടുള്ളതല്ല. ദെൻ സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലിങ് ഓൺ ദ ട്രീ ആൻഡ് തിക്ക് റൂട്ട്സ്
help absorb moisture from the atmosphere. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Then thick roots absorb water from the soil and small roots absorb water from the tree. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Then small roots and thick roots absorb water from the tree. അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ബി എന്ന് പറയുന്നത്, അതായത് ബിയുടെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സെക്കൻഡ് only 2 ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിൽ കൃത്യമായിട്ടുള്ളത്. ദെൻ സി ചോദ്യം, വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാംഗോ ട്രീ ഫ്ലൂറാന്തസ് ഗ്രോസ് ഓൺ ഇറ്റ് വൈ? അതായത് എന്താണ് മാംഗോ ട്രീക്ക് സംഭവിക്കുക ലൊറാന്തസ് വളരുമ്പോൾ? ലൊറാന്തസ് ഇസ് എ സെമി പാരാസൈറ്റ്, സോ ഇറ്റ്സ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം മാംഗോ ട്രീ. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ട്രീസ്. ആക്ടിവിറ്റി 7, കീപ് അവേ ഡിസീസസ്. അപ്പോൾ അതായത് ഇവിടെ കുറച്ച് ഡിസീസസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താ? കോളറ, ഡെങ്കി ഫീവർ, ക്യാൻസർ, ഡയബറ്റീസ്, ജൗണ്ടീസ്, ചിക്കൻ ഗുനിയ, COVID-19, ഹെഡേക്ക്, കൺജക്റ്റിവിറ്റീസ്, ടൂത്ത്. A question, a portion of poster paste at the primary health center is given above. അതായത് എന്താണ്, പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഒരു പോസ്റ്ററിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ മുകളിൽ നമ്മൾ വായിച്ചിട്ടുള്ള ഡിസീസസിൻ്റെ പേര്. എക്സാമിൻ ദ പോസ്റ്റർ ആൻഡ് കംപ്ലീറ്റ് ടേബിൾ സ്യൂട്ടബിളി. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ആ ടേബിൾ കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് അതിൽ ഏതൊക്കെയാണ് എവിടെയെല്ലാമാണ് വരിക എന്ന് മനസ്സിലാക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറയുന്നിടത്ത് നമുക്ക് എഴുതിയിട്ടുണ്ട് ആ ബോക്സിൽ ജോണ്ടിസ് എന്നുള്ളത്. അപ്പോൾ ജോണ്ടിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. അപ്പോൾ നമുക്ക് ഏടെ അവിടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് 2 എണ്ണം അവിടെ എഴുതണം. അപ്പോൾ സിയുടെ അവിടെ എന്തെഴുതാം? ചിക്കൻ ഗുനിയ എന്ന് എഴുതാം. അതുപോലെ തന്നെ കോളറ എന്ന് എഴുതാം. അതുപോലെ തന്നെയാണ് ബിയുടെ അവിടെ കമ്മ്യൂണിക്കബിൾ ആണെങ്കിൽ ബിയുടെ അവിടെ എന്താ വരിക? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ് വരിക. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് എഴുതാം. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഡിയിലും എഫിലും നമുക്ക് എന്തെഴുതാൻ പറ്റും? ഡിയിൽ ഹെഡാക്ക് എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എഫിൽ ക്യാൻസർ എന്നും എഴുതാൻ പറ്റും. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ways by which contagious diseases are transmitted. അതായത് കണ്ടാജിയസ് ഡിസീസ് വരുന്ന 2 മെത്തേഡ് വേവ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലൂടെയൊക്കെയാണ് ത്രൂ സോയിൽ, ഇൻസെക്ട്, എയർ, അതിലൂടെയൊക്കെ നമുക്കത് വരുന്നതാണ്. ദെൻ സി ക്വസ്റ്റ്യൻ, റൈറ്റ് നെയിംസ് ഓഫ് എനി 2 contagious diseases affecting plants. പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടാജിയസ് ഡിസീസസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 എണ്ണം എഴുതാനാണ്. അതായത് ബ്രൗൺ ലീഫ് ഇൻ റൈസ്, ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ വർഷത്തെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ആക്ടിവിറ്റിയും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.